ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സൺഡേ ആണ്. സോ ഹാപ്പി സൺഡേ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കിടന്നുറങ്ങി. ഇപ്പം 9:30 ആയിട്ടുണ്ട്. നമ്മൾ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യം നോക്കണം. പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഗ്രോസറി ഷോപ്പിംഗ് നടത്താനുണ്ട്. അപ്പം നമുക്ക് പരിപാടിയിലോട്ട് കിടന്നാലോ. ഇന്നിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണേ. രാവിലെ തന്നെ മാവ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരുന്നു. കാരണം തണുപ്പൊക്കെ ഒന്ന് മാറിയാൽ മാത്രമേ നമുക്ക് നല്ല ദോശയൊക്കെ ചുടാൻ പറ്റത്തുള്ളൂ. സാധാരണ ഞാൻ വീക്കെൻഡിലാണ് മാവ് അരയ്ക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ളത് അരച്ച് ഞാനങ്ങ് ഫ്രിഡ്ജിലാക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ പാടില്ലല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് അരയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ദോശയ്ക്ക് കൂട്ടാനുള്ള തേങ്ങാ ചമ്മന്തി ഞാനൊരു സൈഡിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ടൈമിൽ നമുക്ക് കഴിക്കാമല്ലോ, ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് അരി എടുത്ത് വെള്ളത്തിൽ കുതിർക്കാനിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്ക് ഒരു പുലാവ് ഉണ്ടാക്കാം. അതിന് കൂട്ടാനായിട്ട് നമ്മൾ ബീഫ് കറിയുമാണ് വെക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനൊരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് ഒക്കെ സ്ക്വയറിലോ ഏത് ഷേപ്പിലോ ഒക്കെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ ഇവിടെ നമുക്ക് പറ്റുവേ. പിന്നെ ഞാൻ പുറത്ത് പോയി കുറച്ച് കറി ലീഫും അതുപോലെ തന്നെ മിൻറ്റും കൂടെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു മിൻറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ എനിക്കുള്ളത്. അത് ഞാൻ പോട്ടിലാണ് വെച്ചേക്കുന്നത്. തറയെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം സ്പ്രെഡ് ആകും. ആവശ്യമുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതോട്ട് കയറാൻ പൊരിഞ്ഞ വെയിലാണ്. തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പും, ചൂടാണെങ്കിൽ അതുപോലത്തെ ചൂടും സഹിക്കാൻ പറ്റത്തില്ല. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇനി ഇതിലോട്ട് കുറച്ച് നമുക്ക് ജീരകം, കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂവും മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളകും എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് അതിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നെക്സ്റ്റ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതങ്ങ് ഒരുപാട് വഴണ്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരി ഒന്ന് ഇട്ടിട്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ഓപ്പൺ കുക്ക്, അതായത് ഞാൻ ലിഡ് ക്ലോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്കിനി ഇവിടെ ബീഫ് ഉണ്ടാക്കാം. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കുക്കറിനകത്തോട്ട് വെച്ചു, അരപ്പും കൂടെ വെച്ച് കുക്കറിനകത്തോട്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അരി ദാണ്ട് റെഡിയായി കഴിഞ്ഞേക്കുന്നു. ബീഫിന് ആവശ്യമായിട്ടുള്ള ഓണിയൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് അടപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഇത്രയും നേരമൊക്കെ വർക്ക് ചെയ്താൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പഴവും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട്. കാരണം ഞാൻ ടയേർഡായിട്ടുണ്ട്, നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. ഇത്രയും നേരം നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നൊന്ന് ഞാൻ റെസ്റ്റ് ചെയ്തേ. എൻ്റെ ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുക്കറിൻ്റെ വിസിൽ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുറന്നിട്ട് ഞാൻ ഇങ്ങോട്ട് അരപ്പിനകത്തോട്ട് ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് ആയി വരുമ്പോഴത്തേക്കും ഇത് റെഡിയാവും കേട്ടോ. അപ്പം നമ്മുടെ ചോറും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൂട്ടിയാണ് ഇന്ന് ഉച്ചക്കത്തെ ഊണ്. അപ്പോൾ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ലതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. ഇത് ഓഫീസിലെ ലഞ്ചിലോട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട്, അതായത് രാവിലെ പെട്ടെന്ന് ആക്കിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അത്രയ്ക്ക് ഈസിയാണ്. പിന്നെ ഒരുപാട് നമുക്ക് മസാലകളൊന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നതും ഇല്ലല്ലോ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.